കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിച്ച സമീപനം അല്ലെങ്കിൽ CPMൻ്റെ പ്രചരണം പൂർണ്ണമായും വർഗീയ പ്രചരണം മാത്രമാണ് CPM കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത്. ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് ആവർത്തിക്കില്ല. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മതന്യൂനപക്ഷ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ജയിച്ചാൽ BJPയിലേക്ക് പോകും, അതുകൊണ്ട് അയാൾ വോട്ട് കൊടുക്കരുത്, അയാൾ BJP മോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ചെറിയ ആൾക്കാരൊന്നുമല്ല. അത് ഞാൻ തന്നെ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ, അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രചരണം നടത്തി മിക്കവാറും എല്ലാവരും, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രധാന ജോലി ഇത് തന്നെയായിരുന്നു. മിക്കവാറും എല്ലാം ഇവിടുത്തെ കൊല്ലത്തെ മേയർ, എന്തിനേറെ പറഞ്ഞു, എതിർത്ത LDFൻ്റെ സ്ഥാനാർത്ഥി പോലും കോൺവെൻറ്റുകളിൽ പോയി അയാൾ ജയിച്ചാൽ BJPയിൽ പോവും, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലജ്ജാകരമായിട്ടുള്ള, പരിഹാസ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനായിരുന്നു CPM നേതൃത്വം കൊടുത്തത്. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കോൺവെൻറ്റുകളിൽ പോയി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ കോൺവെൻറ്റുകളിലെല്ലാം നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി പുരോഹിതന്മാരോടൊക്കെ പറയുകയാണ്, അയാൾ ജയിച്ചാൽ BJP പോവും, മോദി മന്ത്രിസഭയിൽ അംഗമാകും. ഞാനും KN ബാലഗോപാലുമായി 2019 മത്സരിച്ച് അന്നും ഇതേ ആക്ഷേപം, ആരോപണം ഉന്നയിച്ചു. ജയിച്ച് 5 വർഷം കഴിഞ്ഞതിന് ശേഷം അതേ ആൾ ധനമന്ത്രിയായിരിക്കും, കുറേ കൂടി ഉത്തരവാദപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും CPMൻ്റെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണം പൂർണ്ണമായും കമ്മ്യൂണൽ ഓറിയൻറ്റഡ് ആയിരുന്നു. രണ്ടാമത്തെ കമ്മ്യൂണൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ സാമുദായികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചാണ്. അതിൽ എനിക്ക് തോന്നുന്നു CPMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഗൗരവത്തോടു കൂടി ഒന്ന് ആലോചിക്കണം. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരെ മുഴുവൻ നേരിൽ പോയി കണ്ട് 34 വർഷത്തിന് ശേഷം നമ്മുടെ സമുദായത്തിന് മത്സരിക്കാനൊരു സീറ്റ് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യം രാഷ്ട്രീയം മറന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി. ഞാൻ വേണമെങ്കിൽ അതിനൊക്കെ തെളിവ് തരാൻ തയ്യാറാണ്. CPMൻ്റെ ഗൗരവതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. CPMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പറയുന്ന വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ സമുദായത്തിന് 34 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചിട്ടുള്ളൊരു സീറ്റാണ്, അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയം മറന്ന് നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യം വോട്ട് ചെയ്യണമെന്ന് പറയുന്ന സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ, ഈ 2 കമ്മ്യൂണൽ ഫാക്ടേഴ്സായിരുന്നു പ്രധാനമായിട്ടും CPM ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു സാമുദായിക ക്യാമ്പയിൻ, ഒരു വർഗീയ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ പറ. എത്ര സത്യസന്ധതയോടും സുതാര്യതയോടും കൂടിയാണ് ഞങ്ങൾ, നല്ല പൊളിറ്റിക്സാണ് പറഞ്ഞത്, കൃത്യമായ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഞങ്ങൾ ആദ്യം പോലെ പറഞ്ഞു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPM, ഞാൻ അടിവരയിട്ട് പറയുന്നു, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത് പൂർണ്ണമായും സാമുദായിക പ്രചരണം. മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഞാൻ BJPയിൽ പോകുമെന്ന് പറഞ്ഞ് വിള്ളലുണ്ടാക്കി അതിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള മലീഷ്യസ് ക്യാമ്പയിൻ. മറ്റൊന്ന്, സ്ഥാനാർത്ഥിയുടെ സാമുദായിക പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് CPM ജില്ലാ സെക്രട്ടറി സുദേവൻ്റെ നേതൃത്വത്തിൽ നടന്ന സാമുദായിക തീവ്രമായ, അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ള വീടുകൾ പോയി കണ്ട സാമുദായിക നേതാക്കന്മാരൊക്കെ അപ്പോൾ ടെലിഫോൺ ചെയ്ത് വിളിച്ച് പറയുകയാണ്, സൂക്ഷിക്കണം, ഈ തരത്തിലൊരു സാമുദായിക ധ്രുവീകരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ CPMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രചരണം CPM അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ അത് CPMനെ പോലെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചെയ്യുക എന്ന് പറഞ്ഞാൽ, കാറെടുത്ത് രാവിലെ മുഴുവൻ ആ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വീടുകളിൽ പോയി ഈ വർത്തമാനം പറഞ്ഞ് സാമുദായികമായ ധ്രുവീകരണം കൊല്ലത്തുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഹീനമായ പ്രചരണമാണ്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ്. പിന്നെ ആകെ ഉണ്ടായ ഒരു തർക്കപ്രശ്നം വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുത്തരം പറഞ്ഞു. അല്ലാതെ എന്ത് പൊളിറ്റിക്സാണ് ഇവർ പറഞ്ഞത്?
ഇപ്പോൾ സാമുദായിക പ്രചരണത്തിനപ്പുറത്ത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്യാമ്പയിനും നടന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ ഞങ്ങളത് നല്ലതുപോലെ രാഷ്ട്രീയവൽക്കരിച്ചു, അതിൻ്റെ ഫലമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നാലാമത്തെ പ്രശ്നം ഞങ്ങൾ പ്രധാനമായും പറയാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ചാണ്. ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയപരവും തന്ത്രപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ വസതിയിൽ വിളിച്ചു വരുത്തി ചായ സൽക്കാരം നടത്തി പിരിഞ്ഞുപോയി എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജൻ്റെ വിശദീകരണം പൊതുമണ്ഡലത്തിലുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം. എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ എത്രയോ പ്രാവശ്യം പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായിരുന്നു ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ ചർച്ച നിങ്ങൾ നടത്തിയത്? എവിടെ വച്ചായിരുന്നു ചർച്ച? എന്തായിരുന്നു ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ? ഞാൻ പറയുന്നു, ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്.